നമ്മളിതിനെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അയ്യോ, ഒരു പാവം, ഒരു കൈയില്ലാത്ത ഒരാൾ അതങ്ങനെ അലിഞ്ഞു കയറി, എങ്ങനെയാണ് സംഭവിക്കുക? വേറെ ആൾക്കാരുണ്ട്. സഹകരണം ഇല്ലാതെ ഇതൊന്നും നടക്കില്ലല്ലോ. സുപ്രീം കോടതി പോയി വധശിക്ഷ കിട്ടിയ ഒരു പ്രതി ആ വധശിക്ഷ ജീവപര്യന്തയാക്കി മാറ്റാൻ മാത്രം പ്രാപ്തിയുള്ള ഒരാളാണ് ഗോവിന്ദചാമി. അദ്ദേഹത്തെ അങ്ങനെ തന്നെയല്ല കാണേണ്ടത്. അതുപോലെ അത്രയും പ്രായ ഒരു കൊടും ക്രിമിനലിനെ ഈ പറഞ്ഞ സ്ഥലത്തുനിന്ന് ചാടിപ്പോയാൽ ആ ചാടിപ്പോയാൽ അത് വീഴ്ച തന്നെയാണ്. അത് വീഴ്ച എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച. അയ്യോ, 4 ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്തില്ല, രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടാവും ഉദ്യോഗസ്ഥർ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഒരാൾ 1:30 ചാടിയ ആൾ ഇത്ര നേരമായിട്ട് കണ്ടെത്താൻ പറ്റിയില്ല? രാവിലെ 6:30 വരണം, റോന്തി ചുറ്റി രണ്ടാമത് വരുമ്പോൾ മാത്രമാണോ അറിയേണ്ട കാര്യം ഉണ്ടാവുക? അതിന് മുന്നേ അറിയണ്ടായിരുന്നോ? അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പം അവരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ വീഴ്ചയാണ്, അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ കേരളത്തിലെ ജയിലുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കേരളത്തിലെ ജയിലുകളിൽ സംഭവിക്കുന്നുള്ളതാണോ ഞാൻ പറയുന്നത്. ഈ കേരളത്തിലെ ജയിലുകൾ എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന ഒരു തടവറ എന്ന് പറയാം, കുറ്റവാളി സൃഷ്ടിക്കുന്ന തടവറ എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ കുറ്റവാളികളെയും സെല്ലിൽ കൊണ്ടിടും. അതിനൊന്നും ഒരു ക്രൈറ്റീരിയ ഇല്ല. എന്താണ്, കൊലപാതകീൻ്റെ കൂടെ ചെറിയ പെറ്റി കേസിൽ വരുന്നവനെയും കൊണ്ടിടും. ലാസ്റ്റ് ഈ പെറ്റി കേസിൽ വന്നവനായിരിക്കും അടുത്ത ഏറ്റവും വലിയ കൊലയാളി. കാരണം അവനാണ് ഏറ്റവും ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാത്ത ക്രിമിനലുകളെ ഓരോരോ സെല്ലുകളിൽ അങ്ങനെ കൊണ്ടിട്ടേക്കാണ്. എത്ര സെല്ലാണോ ഒഴിവുള്ളത് ആ സെല്ലിൽ അടുത്തയാളെ കൊണ്ടിടും. അപ്പം 10, 20, 30, 50, 60 ദിവസമൊക്കെ ഒരു 3 മാസമൊക്കെ കിടന്നിട്ട് സാധാരണ കേസിൽ പോകുന്നവൻ വരെ വലിയ കൊടും ക്രിമിനലാക്കിയിട്ട് പുറത്തേക്ക് വരിക. ട്രെയിനിങ് സ്കൂളാണ് ഇപ്പോൾ കേരളത്തിലെ ജയിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് കേരളത്തിലെ ജയിലുകൾ പ്രവർത്തിക്കുന്നത്.